നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടാണ്. വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ്, അതായത് പൊട്ടറ്റോ, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ തോല് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിത് ചെറു ചൂടോടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ ഫോർക്ക് വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാഷർ ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലോട്ട് 250 ml കപ്പിൽ 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പം അല്ലെങ്കിൽ പാലപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇതിപ്പോൾ ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം. ഇത് ബാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനൊപ്പം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ ചേർത്ത ഉരുളക്കിഴങ്ങിന് ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ബാക്കി വെച്ചേക്കുന്ന അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദമാവ് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ കുറച്ചും കൂടി നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അരിപ്പൊടി തന്നെയാണ്. ഇപ്പോൾ മാവ് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 1-2 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതായത് നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കാരണം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി അടുത്തായിട്ട് കയ്യിൽ ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഒന്നുകിൽ റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയാട്ടോ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ മാവാക്കിയതിന് ശേഷം ഒരു കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കാണുമ്പോൾ ഒരു മഷ്റൂം കണക്ക് തോന്നില്ലേ? അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് മാവ് കുറച്ച് എടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കാനായിട്ട് വളരെ ഈസി ആട്ടോ. ഇതുപോലെ പെട്ടെന്നോട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അമ്മമാർ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഷേപ്പൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു അളവിൽ ഒരു 14 മുതൽ 15 പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോട്ട് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അതായത് ഒരു 3 വെളുത്തുള്ളി, കുറച്ച് സവാള, മല്ലിയില, ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അറൗണ്ട് ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പലഹാരം അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് മാക്സിമം 10 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇനി അടുത്തായിട്ടൊരു കടായിലോട്ട് ചെറിയ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യമേ വെളുത്തുള്ളി ചേർക്കേണ്ട, ചിലപ്പം കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ആദ്യമേ ഉള്ളി ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയോടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ വേണമെങ്കിലും കൊടുത്തു വിടാം. ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഏതാണ്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു 5-6 മിനിറ്റ് എടുക്കും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കാം. അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എരിവിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് വറുത്ത് പൊടിച്ചത് ചേർക്കാം. അതായത് ചില്ലി ഫ്ലേക്സ്. ഞാനിപ്പോൾ വറ്റൽമുളക് വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ സമയം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണേ. അതിനുശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടൊമാറ്റോ മിക്സിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഒരു ചെറിയ സ്പൂണ് സോയ സോസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം.
സോയാ സോസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അതനുസരിച്ച് ചേർക്കണേ. കാരണം സോയാ സോസിൽ തന്നെ കുറച്ച് ഉപ്പ് അധികം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഇനി നമ്മൾ ചേർത്ത സോസിൻ്റെ ഒക്കെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഒരു 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ ടൊമാറ്റോ കെച്ചപ്പിന് പകരം ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് ടൊമാറ്റോ പ്യൂരി നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ചേർത്തെടുക്കാം. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ശരിക്കും കഴിക്കുമ്പോൾ നമ്മളിതിൽ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ സോയാ സോസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ചൈനീസ് ഡിഷ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു ചെറിയ സ്പൂണ് തേനും കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് എരിവും പുളിയും മധുരവും കൂടി ചേർന്നിരിക്കും. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസിയാണ്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തെടുക്കാം. ഈ ഗ്യാസ് ഓഫ് ആക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ്. കാണുമ്പോൾ തന്നെ മഷ്റൂം പോലെ ഉണ്ട് അല്ലേ? നോക്കൂ, നല്ല സോഫ്റ്റാണ്. കാണുന്നുണ്ടോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇതിൽ ചേർത്ത പൊട്ടറ്റോയും അരിമാവും നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഷേപ്പാണ് അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മുതിർന്നവർക്കും. ഇത് കൊടുക്കുമ്പോൾ അവരും ഒന്ന് നോക്കും കേട്ടോ, ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്